ഹായ് ഓൾ, വെൽക്കം ടു ഏണസ്റ്റ് അക്കാദമി. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിരൻസിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു വർഷമാണെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം ഒട്ടനവധി ഓപ്പർച്യൂണിറ്റീസ് PSC നിന്നും നമുക്കായിട്ട് എത്തിയിട്ടുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിരൻസിന്. അപ്പം പലപ്പോഴും കാൻഡിഡേറ്റ്സ് ചോദിക്കുന്നതാണ് എന്നാണ് പല എക്സാംസ്, സ്പെഷ്യലായിട്ട് ചോദിക്കുന്നതാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം എന്നാണ്. അപ്പം നമുക്ക് 2026 നിങ്ങൾ കണ്ടു കാണും, PSC നിന്നും വളരെയധികം അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാംസിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ കണ്ടതാണ്, ജൂലൈയിൽ എക്സാം നടക്കുന്ന രീതിയിൽ എക്സാംസ് കുറേയേറെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന രീതിയിൽ PSC നിന്നും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം അതിലെ ഒരു നോട്ടിഫിക്കേഷനായ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കലിന്റെ, അതായത് കേരള പോർട്ട് സർവീസിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കലിന്റെ കുറച്ച് കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ ഈ എക്സാമിന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, നമ്മൾ ഏറെ കാത്തിരിക്കുന്ന നല്ല ഓപ്പർച്യൂണിറ്റീസ് തരുന്ന നല്ല സാലറി സ്കെയിലുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാമിന് ഈ സെയിം സിലബസ് വെച്ച് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന കാര്യമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും അറിയാം, നോട്ടിഫിക്കേഷൻ വന്നിരുന്നതാണ്. ഏറെക്കുറെ പേരെല്ലാം അപ്ലൈ ചെയ്തിട്ട് എക്സാം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ കേരള പോർട്ട് സർവീസ് ഹൈഡ്രോഗ്രാഫിക് സർവേ വിങ്ങിന്റെ എക്സാം ഓൾറെഡി വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വന്ന് ആപ്ലിക്കേഷൻ എല്ലാം എൻഡ് ചെയ്തതാണ്. കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. കൺഫർമേഷൻ ഡേറ്റിനോടൊപ്പം തന്നെ എക്സാം ഡേറ്റ് 15th ജൂലൈയിലാണ് എത്തിയിട്ടുള്ളത്. അപ്പം അതിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുവാണെങ്കിൽ, നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് പറയുവാണെങ്കിൽ, ഡിപ്പാർട്ട്മെന്റ് കേരള പോർട്ട് സർവീസ് ഹൈഡ്രോഗ്രാഫിക് സർവേ വിങ് ആണ്. ദെൻ നെയിം പറഞ്ഞ പോസ്റ്റ് നെയിം അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ആണ്. കാറ്റഗറി നമ്പർ 539/2025 ആണ്. ഓക്കെ, ദെൻ അതിന്റെ സ്കെയിൽ ഓഫ് പേ എല്ലാവരും സാധാരണ അസിസ്റ്റന്റ് എക്സാംസിനെല്ലാം അല്ലെങ്കിൽ പോസ്റ്റിനെല്ലാം ഹൈ സ്കെയിലാണ് പറയാറുള്ളത്. അതേ കൂട്ട് തന്നെ 55,200 തൊട്ട് 1 lakh വരെയാണ് നമുക്ക് പറയുന്ന സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. ദെൻ നമ്പർ ഓഫ് വേക്കൻസീസ് കേൾക്കുമ്പോൾ നെഗറ്റീവായിട്ട് തോന്നും, എങ്കിലും ഒറ്റ വേക്കൻസിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എങ്കിലും ഞാൻ എപ്പോഴും പറയുന്ന കൂട്ട്, നമ്മൾ വേക്കൻസികൾ കുറവാണ് കാണിക്കുന്നതെങ്കിലും കൂടുതൽ അഡ്വൈസുകൾ വരും. അപ്പോൾ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അതിൽ തളരരുത്, വീണ്ടും വീണ്ടും കഷ്ടപ്പെട്ട് പഠിക്കുക. നമുക്ക് വേക്കൻസി നോക്കണ്ട, മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. ഓക്കെ, ദെൻ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുവാണെങ്കിൽ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 21 to 40 ഇയേഴ്സ് ആണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുമ്പം ഡിപ്ലോമക്കാർക്കും ഡിഗ്രിക്കാർക്കും എക്സാമിന് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. BTech ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം ACT. ഓക്കെ, അപ്പം ഈ പറയുന്ന ഡിപ്ലോമക്കാർക്കും ഡിഗ്രിക്കാർക്കും, മെക്കാനിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഡിപ്ലോമക്കാർക്കും ഡിഗ്രിക്കാർക്കും വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ പോർട്ട് സർവീസിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സിനെ കുറിച്ച് ആൻഡ് എക്സാം ഷെഡ്യൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് December 15th 2025 ആണ്. കുറെ നാൾക്ക് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. ദെൻ ലാസ്റ്റ് ഡേറ്റ് January 14 ആയിരുന്നു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ളത്. ദെൻ കൺഫർമേഷൻ വന്നിട്ടുള്ളത് April 22. ഈ കഴിഞ്ഞ ഏപ്രിൽ നമുക്ക് കൺഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു. May 11 വരെ കൺഫർമേഷൻ കൊടുക്കാമായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത ദിവസമാണ് കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ ശരിക്കും പറഞ്ഞാൽ എക്സാം നടക്കാൻ പോകുന്നത് July 15 ആണ്. 2026 ബുധനാഴ്ച July 15 എക്സാം നടക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു 14 ദിവസം മുമ്പാണ് നമുക്ക് അഡ്മിറ്റ് കാർഡ് റിലീസ് വരുന്നത്. അത് നമുക്ക് July 1 പ്രതീക്ഷിക്കാം. അപ്പൊ പറഞ്ഞു വരുന്നത്, എക്സാം വളരെ അടുത്ത് വന്നിരിക്കുകയാണ്. ഓൾറെഡി എല്ലാവരും ഇതിന്റെ സിലബസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, എങ്കിലും നമ്മൾ അതിന്റെ സിലബസ് ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം നമ്മളെ കാത്തിരിപ്പുണ്ട് 2026. ഓക്കെ, അപ്പം ആ എക്സാമിലേക്ക് എത്തിപ്പെടാൻ ഈ സിലബസ് ബേസ് പഠിക്കുന്ന, അതായത് ഇപ്പോഴുള്ള ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ എക്സാമിന് പഠിക്കുന്നതോടൊപ്പം നമുക്ക് ആ ദൂരെ വരുന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാമിന് വേണ്ടിയും കൂടി പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് മനസ്സിലാക്കി വേണം പഠിക്കാൻ. കാരണം നമുക്കറിയാം, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഏത് എക്സാം എടുത്താലും നമ്മൾ സിലബസ് PSC പബ്ലിഷ് ചെയ്യുമ്പോൾ ഏകദേശം ഏറെക്കുറെ മിക്ക പോസ്റ്റുകളുടെയും മിക്ക എക്സാംസിന്റെയും സിലബസ് അടുത്തടുത്താണ് വരിക. ഓവർലാപ്പിംഗ് സബ്ജക്ട്സോടെ വരാറുണ്ട്. എന്നാൽ ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ കണ്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ പോർട്ട് സർവീസിലെയും അതേ കൂട്ട് തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ വരാൻ പോകുന്നതാണ്. ഈ വർഷം നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു എക്സാമാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. ഈ രണ്ട് എക്സാമിന്റെയും സിലബസ് ഏറെക്കുറെ ഒന്നാണെന്ന് മനസ്സിലാക്കണം. അപ്പം ഇവിടെ പറയാൻ പോകുന്ന നമ്മൾ സിലബസ് 10 മൊഡ്യൂൾസ് ഉണ്ട്. അതിലെ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാ എക്സാമിനും കോർ സബ്ജക്ട് എന്ന് പറയുന്നതാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. 10 മാർക്കിന്റെ വെയിറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് വരുന്ന പാർട്സ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് ഫ്ലൂയിഡ്, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, ദെൻ പാസ്കൽസ് ലോ, ഹൈഡ്രോസ്റ്റാറ്റിക് ലോ, മെഷർമെന്റ് ഓഫ് പ്രഷർ,
ടോട്ടൽ പ്രഷർ, സെന്റർ ഓഫ് പ്രഷർ, എല്ലാം ബേസിക് ആണ്. ദെൻ ബയോൺസി, മെറ്റാസെന്റർ, മെറ്റാസെൻട്രി ഹൈറ്റ്. ദെൻ ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ, ഫ്ലൂയിഡ് ഫ്ലോയിൽ നിന്നും എപ്പോഴും ഒരു ചോദ്യം ഉണ്ടാവും. ദെൻ ഡിസ്ചാർജ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ, യൂളേഴ്സ് ഇക്വേഷൻ, ഇക്വേഷൻസ് ആണ് മാസിന്റെയും എനർജിയുടെയും ഇക്വേഷൻ. ദെൻ ബെർണോളിസ് ഇക്വേഷൻ, വെഞ്ചുറി മീറ്റർ, ഒറിഫൈസ് മീറ്റർ, പിറ്റോ ട്യൂബ്, ദ ഡിവൈസസ് ആണ്. ദെൻ ഫ്ലോ ത്രൂ ഒറിഫൈസസ്, നോച്ചസ് ആൻഡ് വിയേഴ്സ്, റെയ്നോൾഡ്സ് എക്സ്പീരിമെന്റ്സ്, മേജർ ആൻഡ് മൈനർ ലോസസ്, ഡാസി വേസ്ബാക്ക് ഇക്വേഷൻ, ചെസീസ് ഫോർമുല, വാട്ടർ ഹാമർ, വേപ്പർ പ്രഷർ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന ടോപ്പിക്സിന്റെ സബ് ടോപ്പിക്സ് ആയിട്ട് പറയാൻ പറ്റുന്ന ഭാഗം. 10 മാർക്കാണ് വെയിറ്റേജ് സിലബസിൽ. ദെൻ മൊഡ്യൂൾ 2 വരുന്നതാണ് ഹൈഡ്രോളിക് മെഷീൻസ്. 10 മാർക്കാണ് വീണ്ടും വെയിറ്റേജ്. നമുക്കറിയാം സാധാരണ ചില എക്സാമിനൊക്കെ ഈ 2 മൊഡ്യൂൾ ഒരുമിച്ച് ചേർത്ത് ഒറ്റ മൊഡ്യൂളായിട്ട് പറയാറുണ്ട് അല്ലേ, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ്. ഇവിടെ 2 തന്നെയാണ്. ഹൈഡ്രോളിക് മെഷീൻസ് വരുന്ന മെയിൻ ടോപ്പിക്സ് ഇമ്പാക്ട് ഓഫ് ജെറ്റ്, then jet propulsion, hydraulic turbines such as Pelton turbine, Francis and Kaplan turbines and its various efficiencies. ഉറപ്പ് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. നമ്മൾ പണ്ട് തൊട്ടേ ഏത് എക്സാം എഴുതിയാലും പ്രത്യേകിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന് ടർബൈനിൽ നിന്നും ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണത്. ദെൻ ഡ്രാഫ്റ്റ് ട്യൂബ്, അതിൻ്റെ യൂസസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഡ്രാഫ്റ്റ് ട്യൂബ്സ്, സ്പെസിഫിക് സ്പീഡ്, യൂണിറ്റ് ക്വാണ്ടിറ്റീസ്, ഗവേണിംഗ് ഓഫ് ടർബൈൻ, ചോദ്യം ഉറപ്പാണ്. സെൻട്രിഫ്യൂഗൽ പമ്പ്സ് ആൻഡ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സ്, ക്യാവിറ്റേഷൻ, എഫക്റ്റ് ഓഫ് ക്യാവിറ്റേഷൻ, സ്ലിപ്പ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സ്ലിപ്സ്, റീസൺ ഫോർ സ്ലിപ്പ്, ഇൻഡിക്കേറ്റർ ഡയഗ്രാം. സ്ലിപ്പിൽ നിന്നൊക്കെ എപ്പോഴും ചോദ്യങ്ങളുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർ എപ്പോഴും നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിലും ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇത്രയുമാണ് നമ്മുടെ ഈ പറഞ്ഞ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ പോർട്ട് സർവീസിന്റെ സിലബസിലെ സെക്കൻഡ് മൊഡ്യൂൾ വിച്ച് ഈസ് ഹൈഡ്രോളിക് മെഷീൻസ്. ദെൻ തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിക്കുന്ന കാലം തൊട്ടേ നമ്മളെ പേടിപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണ് തെർമോഡൈനാമിക്സ്. 10 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട് അതിന്. തെർമോഡൈനാമിക് സിസ്റ്റംസ്, thermodynamic properties, intensive and extensive properties, question ഉറപ്പാണ്. Then path, process like reversible, cyclic, quasi-static, zeroth law of thermodynamics, enthalpy, entropy, specific ആയിട്ട് അറിഞ്ഞിരിക്കണം അതിന്റെ ഡെഫിനിഷൻ സഹിതം. Then specific heats, first law, second law, gas law such as Boyle's law, ചാൾസ് ലോ, അവഗാട്രോസ് ലോ, ജൂൾസ് ലോ. ലോസ് എല്ലാം എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാൻ സാധ്യതയുള്ള ഭാഗമാണ്. കറക്റ്റ് സ്പെസിഫിക് ആയിട്ട് അതിന്റെ ഡെഫിനിഷൻ സഹിതം പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് കിട്ടത്തില്ല. ഓക്കെ. ദെൻ കാർനോട്ട് സൈക്കിൾ, എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി, മെക്കാനിക്കൽ എഫിഷ്യൻസി, ഓവറോൾ എഫിഷ്യൻസി, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ. ഓട്ടോ ഡീസൽ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IC എഞ്ചിന്റെ ഭാഗമായിട്ട് വരുമെങ്കിലും അത് നമ്മുടെ മെക്കാനിക്കലിന്റെ സിലബസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വരും. ചിലത് IC എഞ്ചിന്റെ സിലബസിൽ പോകും, ചിലപ്പോൾ അത് തെർമോഡൈനാമിക്സിൽ. ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 3 തെർമോഡൈനാമിക്സ് 10 മാർക്കിന് വെയിറ്റേജ് ഉള്ള ടോപ്പിക് എന്ന് പറയുന്നത്. ദെൻ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇപ്പൊ കണ്ടു കാണും, KW ഒക്കെ ചോദിക്കുമ്പോൾ കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒക്കെ വരുമ്പോൾ 14 മാർക്കിന്റെ വെയിറ്റേജ് വരുന്ന ഒരു മൊഡ്യൂളാണ് തെർമൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇവിടെ മൊഡ്യൂൾ 4 എന്ന രീതിയിലാണ് നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ പോർട്ട് സർവീസിൽ പറഞ്ഞിരിക്കുന്നത്. തെർമൽ എഞ്ചിനീയറിംഗ് ആൻഡ് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് ആണ് 10 മാർക്കിന്റെ വെയിറ്റേജ്. അതിനകത്ത് വരുന്ന ടോപ്പിക്സ് ഫ്യൂവൽസ് വരുന്നുണ്ട്. ദെൻ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽസ്, കലോറിഫിക് വാല്യൂസ്, ലോവർ കലോറിഫിക് വാല്യൂ, അപ്പർ കലോറിഫിക് വാല്യൂ. നമുക്ക് കലോറിഫിക് വാല്യൂ CVയിൽ നിന്നും എപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ദെൻ ബോംബ് കലോറി മീറ്റർ, ഗ്യാസ് കലോറി മീറ്റർ, മിനിമം എയർ ആൻഡ് എക്സസ് എയർ റിക്വയർഡ് ഫോർ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽസ്. ദെൻ സ്റ്റീം, വെറ്റ്, ഡ്രൈ ആൻഡ് സൂപ്പർ ഹീറ്റർ സ്റ്റീം, റാങ്കൈൻ സൈക്കിൾ, ബ്രൈറ്റൺ സൈക്കിൾ, സ്റ്റീം ടർബൈൻ. റാങ്കൈൻ സൈക്കിൾ എപ്പോഴും തെർമൽ എഞ്ചിനീയറിംഗിന്റെ അല്ലെങ്കിൽ നമ്മുടെ തെർമൽ പവർ പ്ലാന്റ് ബേസിക് സൈക്കിൾ ആണ്. അവിടെ നിന്നും എഫിഷ്യൻസി സഹിതം ഇക്വേഷൻസ് ചോദിക്കാറുണ്ട്. അതിന്റെ ന്യൂമറിക്കൽസ് നമ്മൾ പഠിച്ചിരിക്കണം. ദെൻ ഗ്യാസ് ടർബൈൻസ് വരുന്നുണ്ട്, സ്റ്റീം നോസിൽസ്, കോമ്പൗണ്ടിങ് വെലോസിറ്റി, ദാറ്റ് ഈസ് കോമ്പൗണ്ടിങ് വെലോസിറ്റി കോമ്പൗണ്ടിങ്, പ്രഷർ കോമ്പൗണ്ടിങ് ആൻഡ് വെലോസിറ്റി പ്രഷർ കോമ്പൗണ്ടിങ്, ഇമ്പൾസ് ആൻഡ് റിയാക്ഷൻ ടർബൈൻ, അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ബോത്ത് ഇമ്പൾസ് ആൻഡ് റിയാക്ഷൻ. ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 4 തെർമൽ എഞ്ചിനീയറിംഗ് ആൻഡ് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് 10 മാർക്കിന്റെ വെയിറ്റേജ്. ഇനി മൊഡ്യൂൾ 5 ആണ്. 10 മൊഡ്യൂളാണ് ഉള്ളത്. അതിൽ 5ാമത്തെ മൊഡ്യൂളിനകത്ത് വരുന്നത് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയാം. 10 മാർക്കിന്റെ വെയിറ്റേജ്. അവിടെ വരുന്ന മെയിൻ ടോപ്പിക്സ് സെന്റർ ഓഫ് ഗ്രാവിറ്റി, സെൻട്രോയിഡ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ, പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, ബീംസ്, types of beams and different types of loads acting on the beams which is simple stresses and strains. Then
ഹുക്സ് ലോ, ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്, അതായത് മ്യൂ ഇ ജി കെ, എപ്പോഴും ചോദ്യങ്ങൾ ഇക്വേഷൻ സഹിതം ന്യൂമറിക്കലി വരാറുണ്ട്, ഉറപ്പ് ചോദ്യമാണത്. ദെൻ ഫാക്ടർ ഓഫ് സേഫ്റ്റി, ലീനിയർ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ലാറ്ററൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, പോയിസൺസ് റേഷ്യോ, തെർമൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ്, composite bar, Mohs circle, shear force and bending moments, then torsion of shaft, thin and thick cylinders, column and struts. പക്ക ശരിക്കും പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയർമാർക്ക് പഠിക്കാനുള്ള മെക്കാനിക്കിന്റെ പോർഷൻ എന്ന് പറയാം. അതാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. ഇവിടെ മെക്കാനിക്സും കയറി വരുന്നുണ്ട്. മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നാണ് 10 മാർക്കുള്ള മൊഡ്യൂൾ 5. ദെൻ മൊഡ്യൂൾ 6 വരുന്നത് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആണ്, 10 മാർക്കിൻ്റെത്. അവിടെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആണ് ആദ്യത്തെ ടോപ്പിക്ക്. ദെൻ അലോയ്സ് ആൻഡ് അലോയി മെറ്റീരിയൽസ്, ഹീറ്റ് ട്രീറ്റ്മെന്റ്സ്, upper critical temperatures and lower critical temperature, then heat treatment and various heat treatment and surface hardening process, must question വരുന്ന ഭാഗമാണ്. then composition and properties and uses of various steels, plastics and other newer engineering materials. ചെറിയൊരു ടോപ്പിക്കായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ 10 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കാനുണ്ടാവും, നല്ലോണം പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഭാഗമാണ് മൊഡ്യൂൾ 6 എന്ന് പറയുന്നത്. Then മൊഡ്യൂൾ 7 മാനുഫാക്ചറിങ് പ്രോസസ് ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് 10 മാർക്കിന് വരുന്നത്. അതിനകത്തെ ടോപ്പിക്സ് എന്ന് പറയുമ്പം എലമെന്ററി ഐഡിയാസ് അബൌട്ട് വേരിയസ് ബേസിക് വർക്ക്ഷോപ്പ് പ്രാക്ടീസസ് ഓഫ് കാർപ്പൻട്രി, ദെൻ ഫൗണ്ടറി, ഷീറ്റ് മെറ്റൽ, വെൽഡിംഗ്, സ്മിത്തി ആൻഡ് ഫിറ്റിംഗ് ആൻഡ് വേരിയസ് ടൂൾസ് യൂസിങ് ഇൻ ഈച്ച് സെക്ഷൻസ് മെഷീൻ ടൂൾസ് ലൈക്ക് ലെയ്ത്ത്, ഷേപ്പർ, പ്ലെയിനർ, മില്ലിംഗ്, ഡ്രില്ലിംഗ് ആൻഡ് സ്ലോട്ടിംഗ് മെഷീൻസ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷീൻസ് ആണ്. ആൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻസ്, കട്ടിംഗ് ടൂൾസ്, ടൂൾ മെറ്റീരിയൽസ്, കട്ടിംഗ് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട്, ടൂൾ നോമൻക്ലേച്ചർ, ടൂൾ ലൈഫ്, ഷേപ്പർ മെക്കാനിസം. ഈ ഭാഗത്തു നിന്ന് ന്യൂമറിക്കൽസ്, ചെറിയ ചെറിയ ന്യൂമറിക്കൽസും ഉണ്ടാവാം, ഇക്വേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, തിയറി ഉറപ്പാണ് കേട്ടോ. അപ്പം ഇതാണ് 10 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള മൊഡ്യൂൾ 7 മാനുഫാക്ചറിംഗ് പ്രോസസ് ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ദെൻ മൊഡ്യൂൾ 8 എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആൻഡ് മെഷീൻ ഡിസൈൻ ആണ്. നമ്മുടെ മെഷീൻ ഡിസൈനും നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഡ്രോയിങ് കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള 10 മാർക്കിന്റെ വെയിറ്റേജ് വരുന്ന ടോപ്പിക്കാണ്. ഇവിടെ വരുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡ് ഡ്രോയിങ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ആൻഡ് ഇറ്റ് സിംബൽസ്, പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ആൻഡ് ലൈൻ ഇൻ 4 quadrants, construction of various conic sections like ellipse, parabola and hyperbola, development of surfaces, section of solids, isometric oblique projections. ഇത്രയുമാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്നുള്ള ഭാഗം. അടുത്ത തൊട്ട് മെഷീൻ ഡിസൈൻ ആണ്, വിച്ച് ഈസ് ഡിസൈൻ ഓഫ് ജോയിൻസ്, ത്രെഡഡ് ഫാസ്റ്റനേഴ്സ്, കീസ്, കോട്ടേഴ്സ്, കപ്ലിങ്സ്, ട്രാൻസ്മിഷൻ സിസ്റ്റം, ബെൽറ്റ്, റോപ്പ്, ഗിയർ, ചെയിൻ ഡ്രൈവ്സ് ആൻഡ് ഓപ്പൺ ബെൽറ്റ് ആൻഡ് ക്രോസ് ബെൽറ്റ്, ലെങ്ത് ഓഫ് ദി ബെൽറ്റ്സ്. ഇത്രയും ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ സിസ്റ്റംസ് ആണ്, പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം. ദെൻ വെൽഡഡ് ജോയിൻസ് ആൻഡ് റിവറ്റഡ് ജോയിൻസ് ആൻഡ് ഇറ്റ് സ്ട്രെങ്ത് ആൻഡ് വേരിയസ് എഫിഷ്യൻസീസ്. ഇതാണ് നമ്മുടെ 8ാമത്തെ മൊഡ്യൂൾ 10 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ളത്. ദെൻ 9ാമത്തെ മൊഡ്യൂൾ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻസ് ആൻഡ് സ്റ്റീം ബോയിലേഴ്സ്, 10 മാർക്കാണ്. എല്ലാ മൊഡ്യൂളിലും 10 വെച്ചാണ്. എഞ്ചിൻസ് ആണ് ആദ്യം വരുന്നത്. ഹീറ്റ് എഞ്ചിൻസ്, SI ആൻഡ് CI എഞ്ചിൻസ് ഫണ്ടമെന്റൽസ്, ഡിറ്റനേഷൻ ആൻഡ് നോക്കിംഗ്, ഫ്യൂവൽ ഇഞ്ചക്ഷൻ, എയർ ഫ്യൂവൽ റേഷ്യോ, കംപ്രഷൻ റേഷ്യോ, ഒക്ടെയ്ൻ നമ്പർ, സീറ്റെയ്ൻ നമ്പർ, സ്റ്റീം ബോയിലർ, വാട്ടർ ട്യൂബ് ആൻഡ് ഫയർ ട്യൂബ് ബോയിലേഴ്സ് ലൈക്ക് Cochrane and Babcock's and Wilcox boiler, modern high pressure boilers like Lamont boiler, Benson boiler, boiler accessories and mountings. ഇത്രയുമാണ് മൊഡ്യൂൾ 9ലുള്ള IC എഞ്ചിൻസ് ആൻഡ് സ്റ്റീം ബോയിലേഴ്സ്. ദെൻ ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് റെഫ്രിജറേഷൻ, 10 മാർക്കാണ്. അവിടെ നമുക്കറിയാം ഹീറ്റ് ട്രാൻസ്ഫർ ഭാഗമാണ് ആദ്യം വരുന്നത്. 3 modes of heat transfer such as conduction, convection and radiation, and its governing laws such as Fourier law, Newton's law of cooling, Stephen Boltzmann law. ഇത്രയുമാണ് നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഭാഗം. സ്റ്റീഫൻ ബോൾസ്മാൻ പറഞ്ഞ ലോസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ദെൻ റെഫ്രിജറേഷൻ, ഹീറ്റ് എഞ്ചിൻ, റെഫ്രിജറേറ്റർ ആൻഡ് ഹീറ്റ് പമ്പ്, COP, ടൺ ഓഫ് റെഫ്രിജറേഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് റെഫ്രിജറന്റ്, സൈക്കോമെട്രിക് ആൻഡ് സൈക്കോമെട്രിക് ചാർട്ട്. ഇത്രയും ഉൾപ്പെടുന്നതാണ് നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ പോർട്ട് സർവീസിന്റെ സിലബസ്. 10 മൊഡ്യൂളുകളുണ്ട്. ഈ 10 മൊഡ്യൂള് പക്ക പറയുവാണെങ്കിൽ കോർ മെക്കാനിക്കൽ സബ്ജക്ട്സ് തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ 2025 അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം വന്നപ്പോൾ ആക്ച്വലി 3 എക്സാംസ് ആണ് വന്നിരുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ. ഒന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം ആയിരുന്നു, അതിനകത്ത് പക്ക 100 മാർക്കിന്റെയും മെക്കാനിക്കൽ സിലബസ് ആയിരുന്നു. എന്നാൽ പിന്നീട് വന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാംസിനകത്ത് സിലബസിൽ കുറച്ച് വ്യത്യാസമുള്ളതായിട്ട് നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതാണ്. മെക്കാനിക്കലിന്റെ പെർസെൻറ്റേജ് കുറഞ്ഞ് 40
30 എന്ന രീതിയിലൊക്കെ മാറിയിട്ടുണ്ട്, 40-50 എന്ന രീതിയിലൊക്കെ മാറിയിട്ടുണ്ട്. അത് ഓൾറെഡി അഗ്രോ ഇൻഡസ്ട്രീസും ദെൻ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് രണ്ട് ഭാഗത്തെ ഈ എക്സാമിന്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചത്. അഗ്രികൾച്ചറും മൈനിങ്ങും ഒക്കെ കയറി വന്നു. എന്നാൽ ഈ കണ്ടിരിക്കുന്ന നമ്മുടെ പോർട്ട് സർവീസ് അസിസ്റ്റന്റിന് മെക്കാനിക്കൽ എക്സാമിന് പക്ക 100% നമ്മുടെ സബ്ജക്റ്റിനോട് നീതി പുലർത്തുന്ന അതേ രീതിയിലുള്ള നമ്മുടെ ഫുൾ കവർ ചെയ്യുന്ന നമ്മുടെ കോർ സിലബസ് അല്ലെ കോർ സബ്ജക്റ്റ് കവർ ചെയ്യുന്ന സിലബസ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഈ എക്സാമിനൊക്കെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ജൂലൈ 15 എക്സാമിന് പോകുമ്പോൾ ഈ കണ്ട സിലബസ് ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ലഭിക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ ഈ സിലബസ് പറയാൻ കാരണം ഇപ്പോൾ ഓൾറെഡി എക്സാം ഒക്കെ വന്ന് നോട്ടിഫിക്കേഷന്റെയും കൺഫർമേഷൻ ഡേറ്റും ഒക്കെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇത് സംസാരിക്കാൻ കാരണം ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉടനടി അല്ലെങ്കിൽ നമ്മൾ ഈ വർഷം തന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന മറ്റൊരു എക്സാമാണ്, ഇതേ സിലബസ് ഉള്ള മറ്റൊരു എക്സാമാണ് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 മെക്കാനിക്കൽ, അതർവൈസ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ എന്നുള്ളത്. അത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ വരുന്ന ഒരു പോസ്റ്റാണ്. എല്ലാവർക്കും അറിയാം, നല്ല ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നല്ല സ്കെയിൽ ഓഫ് പേ വരുന്ന ഒരു പോസ്റ്റാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. സെയിം ഇപ്പോൾ നമ്മൾ കണ്ട 10 മൊഡ്യൂളിന്റെ സെയിം സിലബസ് ആണ് ഈ എക്സാമിന് വരുന്നത് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിവിടെ പറയാൻ കാരണം ഇപ്പോൾ ജൂലൈ 15 എത്തുന്ന എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ അടുത്ത കുറെ മാസങ്ങൾക്ക് ശേഷം അടുത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ എത്തുമ്പോൾ അതിന് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ സെയിം സിലബസ് ആണ് നിങ്ങൾ പഠിക്കാൻ. ഒരു സിലബസിൽ ഒരു തരി പോലും മാറ്റമില്ലെന്ന് വേണമെങ്കിൽ പറയാം. 10 മൊഡ്യൂൾസിന്റെ 100 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള ഒരു പക്ക സെയിം സിലബസ് ആണ് ഇപ്പോൾ കണ്ട പോർട്ട് സർവീസ് എയുടെയും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറെയും വരാൻ പോകുന്നത്. ഇതിനു മുമ്പ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാം വന്നിട്ടുള്ളപ്പോൾ അതിന്റെ പ്രീവിയസ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലാണ് പോസ്റ്റ് വരുന്നത്. അവിടുത്തെ പോസ്റ്റ് നെയിം ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്നുള്ളതാണ്. സ്കെയിൽ ഓഫ് പേ കാണാൻ പറ്റും. 35,600 തൊട്ട് 75,400 ആണ്. പ്രീവിയസ് ഇയറിനെ ബേസ് ആണെന്ന കാര്യം കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നേരത്തെ 2021-22 കാലയളവിലാണ് ഇതിന്റെ നേരത്തെയുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ആ സമയത്തെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ദെൻ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരുന്നു അന്ന് വന്നിട്ടുള്ളത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ സെയിം ആസ് ലൈക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ, വിച്ച് ഈസ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 തൊട്ട് 36 വയസ്സ് വരെയാണ് പറഞ്ഞിരുന്നത് അന്ന്. ദെൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിരുന്നത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 3 ഇയർ കോഴ്സ് ഓർ ബിടെക് ബി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു അന്നത്തെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. നമ്മളിപ്പോൾ കണ്ട ഞാൻ തൊട്ടു മുമ്പിൽ പറഞ്ഞ ഇപ്പോൾ 2025-26 വന്ന എയുടെ അതേ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് പ്രീവിയസ് ഇയർ ഈ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന് വന്നിട്ടുള്ളത്. ദെൻ അതിന്റെ സിലബസ് നോക്കുകയാണെങ്കിലും നമ്മൾ ഇപ്പോൾ കണ്ട സെയിം 10 മൊഡ്യൂൾ വരുന്ന സിലബസ് ആണ്. അപ്പം പറഞ്ഞു വന്നത് ഈ മെക്കാനിക്കൽ എക്സാമിന് കുറെ പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, കൺഫർമേഷൻ കൊടുത്തിരിക്കുവാണ് നിങ്ങളൊക്കെ. അപ്പം അതിന്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുവാണ്. 2 മാസത്തിനപ്പുറം നമ്മളെ എക്സാം കാത്തിരിക്കുവാണ്. അപ്പം ആ എക്സാമിന് നന്നായിട്ടൊന്ന് പിടിച്ചു പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വരാൻ പോകുന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ എക്സാമിനും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു കുറെ നാൾ ഒരു 8-9 മാസത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പഠനം, ഇപ്പോൾ തുടങ്ങുന്ന പഠനം നമ്മൾ കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ സെയിം സിലബസ് ആണ് പഠിക്കുന്നത് വസ്തുത മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് വരാൻ പോകുന്ന എക്സാമിലൂടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ മാക്സിമം എഫേർട്ട് ഇട്ട് ഈ 10 മൊഡ്യൂൾസ്, നമുക്ക് 10 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള 10 മൊഡ്യൂൾസ്, മൊത്തത്തിൽ 100 മാർക്ക്, ഒരു മാർക്ക് പോലും കളയാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്നതിലുപരി എല്ലാ സബ്ജക്റ്റും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ പോർട്ട് സർവീസിന്റെ എക്സാം മാത്രമല്ല അതിനോടൊപ്പം വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാമും മാക്സിമത്തിൽ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ എക്സാംസിന് വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറയാറുള്ളതാണ്, എപ്പോഴും നമ്മൾ PSCയിൽ നിന്നും ഏത് സിലബസ് വന്നാലും അത് എത്ര മൊഡ്യൂൾ ആയിക്കോട്ടെ, എന്തൊക്കെ ടോപ്പിക് ആയിക്കോട്ടെ, സ്വാഭാവികമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ 10 മൊഡ്യൂള് അതിന്റെ ഒരു കോർണർ പോലും കളയാതെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മാക്സിമം ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കാൻ നോക്കണം. എന്തുകൊണ്ട് കോഴ്സ് സെലക്ട് ചെയ്യണം, അതെന്താണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കോഴ്സ് എപ്പോഴും ഇപ്പം നമ്മുടെ ഏണസ്റ്റ് അക്കാദമിയിലുള്ള കോഴ്സ് എന്ന് പറയുന്നത് പക്ക സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് സിലബസിൽ എന്തൊക്കെ പറയുന്നു, നമ്മൾ ചെറിയൊരു പോയിന്റ് വിട്ട് കളയാത്ത രീതിയിൽ ചെറിയ ടോപ്പിക്ക് പോലും
മൊത്തത്തിൽ പറഞ്ഞു തരുന്ന രീതിയിലുള്ള കോഴ്സാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം പ്രീവിയസ് ഇയറൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പം വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ വരാൻ പോവാന്ന് പറഞ്ഞു. നമ്മുടെ അതിനുള്ള കോഴ്സ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിക്കാൻ താല്പര്യമുള്ള, എനിക്ക് ഈ എക്സാം നേടണം എന്ന രീതിയിലുള്ളവർക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 110+ അഡ്വൈസ് പോയിട്ടുള്ള പോസ്റ്റാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. മനസ്സിലാക്കണം, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നും ഇത്രയധികം ഈ പറഞ്ഞ വിജ്ഞാപനം അല്ലെങ്കിൽ നമ്മുടെ അഡ്വൈസുകൾ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ പറഞ്ഞ AEക്ക് അപ്ലൈ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ആ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ എക്സാം വരെ എത്തണം. അതുകൊണ്ടാണ് 2 സിലബസോടുള്ള ആ കോമ്പിനേഷൻ ഇവിടെ സംസാരിക്കാൻ കാരണം. അപ്പം നമ്മുടെ കോഴ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. മാക്സിമം കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ സോൾവ് ചെയ്ത് റെക്ടിഫൈ ചെയ്ത് തരുന്നതാണ്. മാക്സിമം കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. ഈ പറഞ്ഞ ഏണസ്റ്റ് അക്കാദമി എന്ന് പറയുന്നത് ഒട്ടനവധി റാങ്ക് ഹോൾഡേഴ്സിന് പല എക്സാംസിനും ട്രേഡ്സ്മാൻ, അതുകൊണ്ട് തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ട്രെയിനർ, ദെൻ ടേണിംഗ്, ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള പഴയ ഇപ്പം AMVയുടെ വന്നിട്ടുണ്ട്, പഴയ AMV എക്സാംസ് ഉൾപ്പെടെ ഒട്ടനവധി റാങ്കുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് മനസ്സിലാക്കി വേണം നമ്മളെപ്പോഴും കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യൂ, ദെൻ എക്സാംസ് ക്രാക്ക് ചെയ്യൂ എന്ന രീതി നമ്മൾ പറയാറുണ്ട്. ജൂനിയർ ഇൻസ്ട്രക്ടർ ട്രെയിനറിന് ഉൾപ്പെടെ, കൂടാതെ ട്രേഡ്സ്മാൻ ടേണിംഗ്, ദെൻ ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ്, ദെൻ ഗവൺമെന്റ് പോളിടെക്നിക് നമുക്കറിയാം ഇപ്പോൾ വരാൻ പോകുന്നതാണ്, ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, AMVAE, ദെൻ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, തൊട്ടു മുമ്പിൽ പറഞ്ഞ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പ്രീവിയസ് ഇയർ നടന്ന എക്സാംസിന് ഉൾപ്പെടെ ഒട്ടനവധി റാങ്ക് ഹോൾഡേഴ്സിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു അവസരമായിട്ട് കരുതി ഈ ഒരു വർഷം പഠനത്തിന് വേണ്ടി മാറ്റിവെച്ച്, അത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാമിന് വേണ്ടി മാത്രമല്ല, ഇപ്പോൾ വന്നിട്ടുള്ള ജൂലൈയിൽ എത്താൻ പോകുന്ന എക്സാമും നിങ്ങൾക്ക് അതിനോടൊപ്പം നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ കോഴ്സുകൾ മാക്സിമം ജോയിൻ ചെയ്യുക, അത് ഉപയോഗിച്ച് പഠിച്ച് പോവുക. സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ സന്തോഷത്തോടെ എക്സാം എഴുതി നല്ലൊരു റാങ്ക് മേടിച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റ് ആക്കാൻ പറ്റും. അപ്പം മാക്സിമം നമ്മളെ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇത് പറയാൻ വേണ്ടിയാണ് ശരിക്കും എത്തിയത്. ഇപ്പോൾ നമുക്കറിയാം ഓൾറെഡി എല്ലാവരും പ്രിപ്പയർ ചെയ്ത് തുടങ്ങി കാണും. അതിനോടൊപ്പം ഈ ഒരു സിലബസ് കൂടെ ഇനിയും വരാൻ പോകുന്നു, അല്ലെങ്കിൽ എക്സാം വരാൻ പോകുന്നു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ, അതിന്റെ അതേ സിലബസ് ആണെന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് എത്തിയത്. അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് എത്താം. താങ്ക് യു.